ഹായ് ഓൾ, വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസോൺ. ഇപ്പോൾ നമ്മളുടെ സെപ്റ്റംബർ മാസത്തെ എക്സാം കലണ്ടർ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ മെയിൻ ആയിട്ട് KWA, അതേപോലെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ, അതുപോലെ ഫിറ്റർ, അതേപോലെയുള്ള KCB വർക്കർ തുടങ്ങിയ എക്സാംസ് നമുക്ക് സെപ്റ്റംബർ മാസം ഉണ്ട്. അപ്പോൾ നമുക്കവിടെ നോക്കുവാണെങ്കിൽ ഏറ്റവും നമുക്ക് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. 613/2025 കാറ്റഗറി നമ്പർ. എക്സാം ഡേറ്റ് 5/9/2026 അവിടെ എക്സാം ഡേറ്റ് വന്നിരുന്നത്. നിങ്ങൾക്ക് 22-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. 12-ാം തീയതി വരെ നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ കൊടുക്കാം. അതിൽ ഏകദേശം 75,000 അപ്ലിക്കൻസ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, 75,093 അപ്ലിക്കൻസ് ആണ് അവിടെ ഉള്ളത്. ബേസിക്കലി അതെന്താ ഒരു 60,000-ലേക്കൊക്കെ ചുരുങ്ങാൻ സാധ്യതയുണ്ട് കൺഫർമേഷൻ കൊടുക്കുമ്പോൾ. സിലബസ് കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം സിലബസ് തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ അത് കൂടാണ്ട് നമുക്ക് അവിടെ വെൽഡർ എക്സാം ഉണ്ട്. വെൽഡർ എക്സാം 1,550 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. സെപ്റ്റംബർ 8-നാണ് എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ഇനിയിപ്പം കെ ഡബ്ല്യു ഐ 16-ാം തീയതിയാണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. സെപ്റ്റംബർ മാസം 16-ാം തീയതിയാണ് KWA ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. സോറി, 16-ാം തീയതി. ഓക്കെ, KWA 16-ാം തീയതിയാണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് ഏകദേശം കാറ്റഗറി നമ്പർ 706/2025 30,222 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. 30,222 പേര് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ മാസം 2-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് അവിടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ. ഓക്കെ, 30,222. ഇതും എന്താ കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം സിലബസ് തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വരാം. പിന്നെ നമുക്ക് അവിടെ KSEBയുടെ ഇലക്ട്രിസിറ്റി വർക്കർ ഉണ്ട്. അതിന്റെ ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ നമ്മൾ ഇലക്ട്രിക്കൽ എഡ്യൂസോൺ എന്ന് പറഞ്ഞ ചാനൽ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.